അപ്പൊ ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് സൺഡേ ആണ്. ഇന്ന് എല്ലാരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഇന്ന് ഓഫാണ്. ആകെ അജുന് മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ. അപ്പൊ അജു ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പം സമയം എത്രയും 11 മണിയോ എങ്ങാണ്ട് സമയമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എല്ലാവരും കൂടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വിളിച്ചു ഓക്കെ എന്നാ ചുമ്മാ പുറത്തിറങ്ങാം എന്ന് വിചാരിച്ചു. പിന്നെ മുന്നേ ഞങ്ങള് ഓൾറെഡി ലോക ഇറങ്ങിയ ടൈമിൽ ഞങ്ങള് ഒരുമിച്ച് കാണാന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ ഓക്കെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന സമയത്ത് ഞങ്ങൾ ചെന്ന് ഒരുമിച്ച് എന്നാ പോയി കാണാം എന്ന് കരുതി. അപ്പൊ ഞങ്ങള് ഇന്നലെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ ഇന്ന് കാണാം എന്നുള്ളൊരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് വെറുതെ ചുമ്മാ എല്ലാരും കൂടി ഇരിക്കുമ്പോ ആകെ ഫ്രീ ടൈം കിട്ടുന്ന. അപ്പൊ അജുന് ഹാഫ് ഡേ ഉള്ള ഡ്യൂട്ടി. അപ്പൊ അത് കഴിയുമ്പോ അജു ഞങ്ങളുമായിട്ട് ജോയിൻ ചെയ്യും. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങാന്ന് വിചാരിച്ചു. ഇപ്പൊ എണീറ്റു, ഇനി ബ്രഷ് ചെയ്യണം, പിന്നെ ബാക്കി പരിപാടീസ് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു സൺഡേ വ്ലോഗ് ചെയ്യാമെന്നുള്ളത്. അപ്പം ബാക്കി ഇങ്ങനെ വഴിയെ നമുക്ക് കാണാം. ഞാനപ്പൊ വിട്ടു. നിങ്ങൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ടാവും. എന്റെ ഫ്രണ്ടാണ് കൃഷ്ണ. അപ്പൊ ഞങ്ങളൊരു 6 പേരുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പോവാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം അതേ വരുന്നു ഗൈസ്. എന്റെ അടുത്ത ടീംസ് എല്ലാരും ഉണ്ട്. ഗൈസ് ഹായ് പറയ്. ഗൈസ് ഇത് ദേവു. ഞങ്ങൾ രണ്ടുപേരും ദേവൂസ് ആണ്. ഇത് നക്ലു. ഞങ്ങള് പിന്നെ അജു, പിന്നെ ഒരാളില്ല, അച്ചു ഇല്ല. ആള് പുറത്ത് വേറെ സ്ഥലത്താണ് ആൾക്ക് ഡ്യൂട്ടി. അപ്പൊ ഞങ്ങൾ 5 പേരും കൂടിയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വ്ലോഗ് ആയിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് വഴിയെ കാണാം. ഗൈസ് അപ്പൊ ഞങ്ങള് റെഡിയായി ഫുൾ ജസ്റ്റ് ഒരു ഔട്ട്ഫിറ്റ് ചെക്കിന് വന്നേനെ ഗൈസ്. അപ്പം ഞങ്ങൾ ഇപ്പം ഇറങ്ങും. അജു അവിടുന്ന് ഞങ്ങളോട് ജോയിൻ ചെയ്യും. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴി കാണാം. ഓക്കെ. ഞങ്ങള് ഓട്ടോയ്ക്ക് കയറി ടൈമായി ഓടണം. അപ്പം ഞങ്ങൾ 2 ഓട്ടോ പിടിച്ചു. അവര് വേറെ ഓട്ടോ ഞങ്ങൾ വേറെ. ഞങ്ങൾ 5 പേരെ കേറ്റി. അതാണ് പ്രശ്നം. ഞങ്ങള് വേഗം പോവാൻ വിചാരിച്ചു. അവര് പുറകേന്ന് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ വേഗം പോകണം. കാരണം 2 മണിക്കൊരു ഷോപ്പ് 2 മണിയായി ഗൈസ്. അപ്പൊ ഇപ്പൊ കറക്റ്റ് സമയം 2 മണിയായി. അപ്പം ബാക്കി അഭിനയിക്കാണ്. ഞങ്ങൾ സിറ്റി പോലീസിന്റെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുന്നു. ദേവിക ക്രിസ്ത്യാനി ഞങ്ങളുടെ ഇവിടെയുണ്ട്. സത്യസന്ധമായി എങ്ങനെയുണ്ട് പറയും? ഞാൻ പറയാം, പടം ഒരു രക്ഷയില്ല ഗൈസ്. മസ്റ്റ് വാച്ച്. എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഞങ്ങള് വളരെ ലേറ്റ് ആയിട്ടാണ് കണ്ടത്. പക്ഷെ പടം അടിപൊളിയാണ് ഗൈസ്. സിനിമാറ്റോഗ്രാഫി, കല്യാണി പ്രിയദർശൻ, അതുപോലെ നെസ്ലിൻ അടിപൊളിയാണ്. എല്ലാരും അടിപൊളിയാണ്. ചന്തു ടൈമാക്സ് ഫാനാണ്. ചന്തു അടിപൊളിയാണ്. അടിപൊളിയായിരുന്നു ഗൈസ്. എങ്ങനെയുണ്ട് പടം? രക്ഷയില്ല. എല്ലാരും പോയി കാണാറോ? ഞങ്ങള് ലേറ്റ് ആയി കുറച്ച് കാണാൻ പറ്റും. കുഴപ്പമില്ല. പക്ഷെ അടിപൊളി. എങ്ങിട്ടാ പോണേ? നമ്മള് പോവാണ്, തിരിച്ചു പോവാണ്. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല ഗൈസ്. ഒന്ന് വിശക്കണു. നമുക്ക് കഴിക്കാൻ പോവാം. യെസ്, പോവാ. ഒന്നും കഴിച്ചില്ലല്ലോ പടത്തിൽ. ഞങ്ങൾ തിരക്കിട്ട് ഓടി കയറിയായിരുന്നു. ഞങ്ങളിപ്പോ നേരെ ഫുഡ് ചെയ്യുന്നു. ഞാൻ മാത്രം ഇടയ്ക്ക് വെള്ളം കുടിച്ചു ഗൈസ്. അതെ. എന്നിട്ട് കണ്ടിട്ട് ചെയ്തകാരി. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ബാക്കി അവിടെ കഴിച്ചിട്ട് എല്ലാരും ഓരോരോ പണിയിലാണ്. എല്ലാരും മന്തി കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇവിടെ നമ്മുടെ മന്തി സ്റ്റോറീസ് കാണാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ മന്തി കഴിക്കാണ്ട് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഞങ്ങളത് ഫുഡിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ്.
ഇവിടെ ഭയങ്കര ലേറ്റ് ആണ് എപ്പോഴും ഇങ്ങനെ പക്ഷെ ഇവര് പറയും എനിക്ക് വന്ന് കഴിക്കലുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്ക് ചിലപ്പോ കേൾക്കുന്നുണ്ടാവില്ലേക്കും, കാരണം സൗണ്ട് ഉണ്ടാവില്ല. ഇവിടെ ഭയങ്കര മൊത്തം ബഹളം. ഇവിടെ ഒരാൾ അടുത്ത ബ്ലോഗിങ്ങിനാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കണം. അങ്ങനെ പ്രത്യേകിച്ചിട്ടില്ല, എന്തെങ്കിലും വാങ്ങിക്കണം, അങ്ങനെ പോകണം. ഇനി അവര് കുറച്ച് സാധനങ്ങളുണ്ട്. ഫുഡ് വന്നിട്ട് ബാക്കി ഫുഡ് കഴിക്കും. ഗൈസ് അങ്ങനെ ഫുഡ് വന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. അയ്യോ മടുത്തു ഗൈസ്. എങ്ങനെയുണ്ടായി? ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് എങ്ങനെയുണ്ടായി അവിടെ ഫുഡ് കഴിച്ചിട്ട്? നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മന്തി കഴിച്ച് എങ്ങനെയുണ്ട് അതേപോലെ തന്നെ ഉണ്ടായി. സൂപ്പർ ഗൈസ്. അപ്പൊ മസ്റ്റ് വിസിറ്റ് ആണ് ഗൈസ് ഇവിടെ മന്തി സ്റ്റോറീസ്. അതായത് നമ്മുടെ വെൻലോക്ക് ഹോസ്പിറ്റലിന്റെ നേരെ അടുത്തായിട്ടുള്ള അടുത്താണ് അതിന്റെ സ്ഥലം. ഗൈസ് അപ്പൊ ഞങ്ങള് വണ്ടിയിൽ കയറി പോവാൻ വേണ്ടിട്ട് കയറിയിട്ടുണ്ട്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നില്ലേ? അടിപൊളിയായിരുന്നു. ഇതാണ് ആക്ച്വലി ഞങ്ങളൊരു സൺഡേ വ്ലോഗ്. ഇത്രേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞങ്ങൾ ഹാഫ് ഡേ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എല്ലാരും അങ്ങനെ ഒരുമിച്ച് കിട്ടാറില്ല ഞങ്ങക്ക്. ഇന്നാണ് ഇപ്പൊ എല്ലാരും ഒരുമിച്ച് കാലത്തിന് ശേഷം ഇന്നാണ് കുറെ കാലത്തിന് ശേഷം എല്ലാവർക്കും ഡ്യൂട്ടി. പിന്നെ ഇതിനകത്ത് അച്ചുവിന്റെ മിസ്സിംഗ് ആണ്. ഞങ്ങൾ 6 പേരാണ് ശരിക്കുള്ളത്, അച്ചുല്ല. അപ്പം ഇതൊക്കെയാണ് പരിപാടി. അപ്പൊ ഇന്നിപ്പോ എല്ലാരും കിട്ടിയപ്പം കുറച്ചൊന്ന് പുറത്തു പോവാന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങൾ ഉറക്കാണ് പതിവ്, കാരണം എല്ലാവരുടെയും ഡ്യൂട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഡ്യൂട്ടി ഉണ്ടാവും. അങ്ങനെ അജു ആണെങ്കിലും ഡ്യൂട്ടിയുടെ ഇടയിലാണ് ജോയിൻ ചെയ്തത്. അപ്പം ഇതാണ് ഇന്നത്തെ അടിപൊളി. ഇന്ന് നല്ല അടിപൊളി പടം കണ്ടു, അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. ആസ് യൂഷ്വൽ നാളെ സെയിം തന്നെ. അതെ, ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഇന്നത്തെ ഒരു സൺഡേ വ്ലോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം ഇതിലുള്ളൂ ഗൈസ്. അപ്പം ബൈ.